ഇപ്പൊ എന്തേലും ഉമ്മാര് അറിയിക്കണ്ട എങ്ങനെയും അമ്മാരെ ഗ്യാങ്സ് ഒരു കോളും കൂടി പറയാം. എല്ലാരും ഇവിടെ അമ്മാരെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വാ. ഞാൻ എവിടെയോ എന്താണ് എന്ത് വാർത്തയുണ്ട്? അങ്ങനല്ല ഇടണ്ടത്. ലീഡർ ഓർ കോ ലീഡർ? അമ്പൂട് 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 MRC പണ്ട് നമ്മള് ടീച്ചറെ അണ്ണനായിട്ട് 5 പേര് 6 പേര് വെച്ച് നമ്മള് MRC ലീഡർ ഓർ കോ ലീഡർ? MRC leader or co-leader come to gang house outside. Outside the gang house. വന്നു കം ഔട്ട് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഷൗട്ടിങ് ഇറങ്ങി വാടാ. കോച്ച് വിളിച്ചത് ഇറങ്ങി വാടാന്നുള്ള രീതിയിലാ. ഒരാരും കൂടെ ഇടറാന്ന്. ഒരാളും കൂടി ഇട്. എടാ മന്ദാരോ ഇറ്റാച്ചി മന്ദാരം ഇടറാ. അണ്ണാ ഈ മൊണ്ണേരെ നമ്പർ ഉണ്ടോ? ഞാൻ വിളിക്കാം. റാംബോടെ നമ്പർ ഉണ്ട്, വിളിക്കണോണ്ണാ? അല്ല എടാ റാംബോനെ വിളിച്ച് സ്പീക്കർ ഇട്ട് തരട്ടെ, അണ്ണ സംസാരിക്കോ? ഞാൻ വാസണ്ണ സിറ്റുവേഷൻ വാസണ്ണ എടാ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ വിളിക്കാം. ആരും ഇതാക്കല്ലേ, സ്പീക്കർ ഇട്ട് തരാം. എടാ മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ, സംഭവം അറിയോ? മിണ്ടല്ലേ വിളിക്കാൻ പോ. ഇല്ല അവര് വരുവാ, ടൈം എടുക്കും എത്താൻ. അവിടെ കാസർഗോഡ്. ഹലോ ഇല്ല പുള്ളി എടുക്കുന്നില്ല. അവിടുന്ന് പുറപ്പെട്ടതാണ് അറിഞ്ഞത്. ഒരു ട്രെയിന് അതായത് പച്ചയിലല്ലേ എന്തായാലും ചരിത്രം ആവർത്തിക്കാനുള്ള വീട്ടിലേക്ക് ഇത് ഇല്ല എടുക്കുന്നില്ല. ബുള്ളോപ്പി, സാംസുലേക്ക്, ഷെയ്ക്ക്, മാക്ക്, റാംബോ എല്ലാം ഇറങ്ങിയല്ലോ. ഇപ്പൊ 30 പേരുണ്ടായിരുന്നല്ലോ ചുറ്റിക്കകത്ത്. ഇവന്മാരെ ഇങ്ങനെ ഇനിഷ്യൽ അടിക്കും. 2 ഷെയ്ക്കിന്റെ നമ്പർ ഉണ്ടോ? ഷെയ്ക്കിന്റെ നമ്പർ ഉണ്ടോ? ഒന്നുകൂടെ പ്ലാൻ ചെയ്യാനാണ്. എല്ലാരും തിരിച്ചു തരും കേട്ടോ. പ്ലാൻ ചെയ്യാനാണ്. പപ്പന്റെ പ്ലാനാണ് അത്. മാറിപ്പോയല്ലോ. എന്താണ് ശബ്ദം? നീ അതൊന്ന് കുറയ്ക്കാ ചെയ്യുക. എന്തിനാടാ അതിന്റെ ശബ്ദം ഒന്നാമത് ഹൈ ആണ്. അതിന്റെ ഇടയിൽ കൂടെ ഈ കുന്ത്രാണ്ടം കൂടി ഇടണം. അല്ല റാംബോ ഉണ്ട്. അവൻ സംസാരിക്കട്ടെ. അണ്ണാ ഹെൽപ്പ് എടുത്ത് വിളിക്കാം. മൊണ്ണാടാ ഇതിങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിന്നെ എടുക്കാൻ പറ്റില്ല സിറ്റുവേഷൻ. എടാ അഡ്മിനെ വിളിയടാ. എന്താടാ ഇത്? ഇവർക്ക് സംസാരിക്കാൻ പോലും നിക്കണ്ടേ? അമ്മറ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പോലും നട്ടലില്ല വന്ന് സംസാരിക്കാൻ. ഇന്ന് പോയാലും നാളെ വരുമല്ലോ. ഹലോ അഡ്മിൻ, നമ്മള് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കോൺവെർസേഷൻ വിളിച്ചപ്പോ ഹെൽത്തി ആയിരുന്നു. അഡ്മിൻ ഹലോ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്ന് റേഡിയോയിലാണ് ഒന്ന് കണക്ട് ചെയ്യാനോ ഇങ്ങോട്ട് വരാനോ ഫോൺ വിളിച്ചിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക ബ്രോ. നമ്മള് റാംബോ ഉണ്ട് റാംബോനെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് റാംബോ സിറ്റിയിലുണ്ട്. അവരോട് മസ്റ്റായിട്ട് റേഡിയോ കയറി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ കേട്ടോ. അവർക്ക് അങ്ങനെ സിറ്റിയിൽ ഇറങ്ങാൻ പറ്റില്ല.
ഇത് ഇപ്പൊ ഒരുത്തനുള്ളോടാ. അല്ല റാംബോ സിറ്റിയിലുണ്ട്. റാംബോ ഇപ്പോഴും സിറ്റിയിലുണ്ട്. കറന്റ് ഇപ്പോഴും സിറ്റിയിലുണ്ട്. ഞാൻ വിളിച്ചായിരുന്നു. ഇപ്പോഴും വിളിച്ചപ്പോഴും സിറ്റിയിലുണ്ട്. വെയിറ്റ് അഡ്മിൻ ഇരിക്കല്ലേ. എടാ ഇതൊന്ന് കൊറേടാ. സ്പീഡാ കൊറോണ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങൾ ഈ മണ്ടത്തരം കാണിക്കല്ലടാ. ഈ അഡ്മിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് പട്ടിച്ച് കൂട്ടിന്നൊന്നും കിടന്ന് പറയാതെ മണ്ടനാണോ നീ? എടാ അങ്ങനെ പറയല്ലെന്ന് കഴിഞ്ഞോട്ടെ പറഞ്ഞതാണ് നമ്മുടെ അടുത്ത്. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അത് പറയില്ലെന്ന്. അഡ്മിന്റെ മുമ്പിൽ അങ്ങനെ പറയരുത്. മെമ്പേഴ്സ് ഇനി കണ്ട ബാൻ കൊടുക്കും. എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞാണ് ഇതിന്. പറയാൻ പാടില്ലടാ. ഹലോ കേക്കാവോ? അതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റേഡിയോ ഇത് നിങ്ങൾ ഇട്ടില്ലായിരുന്നു റേഡിയോ ഏതാന്ന്? നമ്മള് റേഡിയോ അല്ല, നമ്മള് ഗ്യാങ്സിന്റെ വിളി ഇവിടെ വന്ന് സംസാരിക്കാന്ന് ഞങ്ങൾ പറഞ്ഞു. കുറെ നേരം കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അവരെ 8 മെമ്പർ ഉള്ളപ്പോ നമ്മള് പറഞ്ഞതാ. ചാറ്റ് റെസ്പോണ്ട് ചെയ്തോളൂ. എടാ അവരോട് ചാറ്റ് ഇട്ടുണ്ട്, അത് റെസ്പോണ്ട് ചെയ്യാൻ പറയാം. കണ്ണ് കണ്ടൂടെ? കണ്ണല്ല അണ്ണ ഒന്നും ആലോചിക്ക്. ബുദ്ധിയില്ല അണ്ണ. ഇപ്പൊ എന്റെ കാര്യത്തിൽ ആലോചിക്ക്. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ബുദ്ധിയില്ല. 50 ഓസ്റ്റ് എടുക്കണ്ടോ? ആദ്യമേ കത്തിച്ച്. രാജുഭായി മണ്ടന പറയാ. ഞാനൊന്നും മറന്നിട്ടില്ല. അപ്പൊ തന്നെ രാജുവിനെ ഓസ്റ്റ് എടുത്തല്ലേ ഇതിനു മുമ്പ്? ഓ ഞാൻ ഒന്നും മറന്നിട്ടുള്ള 50 എന്ന് പറയാം. അപ്പൊ ദൈവം പറഞ്ഞു. അതിന്റെ തിരിച്ചടിയാണ് അത്. ഞാൻ തിരിച്ചടി ഞാൻ ആവശ്യത്തിന് കൊടുത്തിട്ടാ ആണല്ലേ. പിന്നെ ആവശ്യത്തിന് അധികം കൊടുത്തപ്പോ രാജീവ്ഭായി മൈനസോറ ആയെന്ന് പറഞ്ഞ് ഉറക്കം ഇല്ല വെയിൽ. ടർഫിനൊക്കെ അല്ല, ടർഫിനൊക്കെ ഓക്കെ ബ്രോ, നമ്മള് വെയിറ്റ് ചെയ്യാം. അല്ലടാ ഒരു ടർഫൊക്കെ കിട്ടിപ്പോയനെ. അല്ലണ്ണ ഞാൻ കാര്യം പറയട്ടെ. അല്ലെങ്കിൽ നമ്മുടെ നാളെ ഇത്രയും പേരെങ്കിലും തായവിളിക്കുള്ളതെല്ലാം കൊടുക്കും. തക്കാളിക്കുള്ളതൊക്കെ കൊടുക്കും. പപ്പടത്തിനൊക്കെ ഉടക്കി വരും. നാളെ മാറുന്നതാവട്ടെ. എന്താ ഇങ്ങനെ നിങ്ങൾ ഞാൻ ഒരു 5.5 സെന്റ് മാറിയിരുന്നു. ഒരു 5.5 സെന്റ് ഞാൻ മാറിയുന്നില്ല. അതായത് ഞാനോട് കൊടുക്കാനും അവന് ഉടുത്തേനെ ഞാൻ എടുത്തിട്ട് 2-1 2-1 റാംബോ മാത്രം. റാംബോനെ എല്ലാരും ഒറ്റയ്ക്കാക്കിട്ട് പോയി. നമ്മൾ എന്ത് ഹലോ ഗ്യാങ്സിന്റെ പുറത്തോട്ട് വരാമ്പോ നമ്മളിപ്പോ കൊറേ നേരമായിട്ട് വാർച്ചാറ്റില് കാര്യങ്ങൾ ഇടുന്നുണ്ട്. നിങ്ങള് ലീഡർ അല്ലേ? പുറത്തോട്ട് വാ, സംസാരിക്കാല്ലേ? നിങ്ങക്ക് പ്രീവാറൊന്നും അടിക്കണ്ടേ? വാ പുറത്തോട്ട് വാ. ഹലോ കേക്കുന്നില്ല റാംബോ? വരുന്നില്ലേ? പെട്ടെന്ന് വാടാ കുട്ടാ. വാ ശരി ശരി. അതല്ലേ കൊടുക്കുമെന്നാ പറഞ്ഞ. അങ്ങനെ പറഞ്ഞോണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അത്ര തന്നെ. പുള്ളിയോട് പറഞ്ഞ പുള്ളിയുടെ തത്സമയം ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് ചീത്ത വിളിക്കാൻ പാടുള്ളൂ. കേട്ടല്ലേ? എല്ലാരും കേട്ടല്ലേ? വിളിക്കലേ? നമ്മള് ഫുൾ ഫാമിലി ഓഡിയൻസ് തന്നെ. ഞാനും ഫാമിലിയാണ്. റാംബോ വിളിച്ചായിരുന്നു കണ്ണനെ. അണ്ണാ റാംബോ വിളിച്ചായിരുന്നു കേട്ടോ. റാംബോ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഒരാൾ മാത്രമേ ഉള്ളൂ. റാംബോ മാത്രമേ ഉള്ളൂ. ഇല്ല ഒരാളായിട്ട് കേറുന്നുണ്ട്. ഇപ്പൊ ഒന്നായിരുന്നില്ല, ഇപ്പൊ രണ്ടാളായി. ഇപ്പൊ കേറും എല്ലാരും കേറും. 1-2 എല്ലാരും കൂടെ അലക്കല്ലേ. ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട് വരുന്ന കാര്യം പറഞ്ഞ അലക്കല്ലേ. ആരും കിടന്ന് അലക്കല്ലേ. ബാക്കിൽ മറ്റേ കീവ് പ്രത്യേകിച്ച് കേട്ടാ. അണ്ണ സംസാരിച്ചത് എന്റെ ഷേക്ക് പോരാടാ. ഇതിന് 2 പറഞ്ഞു കുഴപ്പമില്ല. ഇനി ബാക്കിലോട്ട് ഇരിക്കണോ? ഗ്യാങ്സ് കാലുത്തി എന്ന് പറഞ്ഞ വേറെ സീനാവും. ടിക്കറ്റ് വലിക്കേ. ഒരു 5 പൊറോട്ട ടിക്കറ്റ് വലിക്കോ? എടാ നീലേ കട്ടല പൊട്ടിക്കാൻ എത്ര വട്ടം വരെ അല്ലല്ല എന്നെ കിട്ടി. എന്നെ കണ്ടില്ല. എന്തോ ഞാൻ ഡ്രസ് വേറായിരുന്നല്ലോ. വേറെ ഡ്രസ്സിലായിരുന്നു. ഇല്ലെങ്കി ആദ്യം എന്നെ അല്ലേ കൊണ്ടോട്ടെ.
അല്ലല്ല എന്നെ പറഞ്ഞെടുപ്പിച്ചാണ് ഒരാള് പപ്പടത്തിന്റെ ഓ വലിയ ആത്മാർത്ഥയാണ്. ഈ പൊട്ട തെറി വിളിച്ച അമ്പത്തൂനെ എന്താ വിളിച്ചേ? നിന്നെന്താ വിളിച്ചേ? അണ്ണ ഇതൊക്കെ വിളിച്ചോട്ടാ ഈ തെറി വിളിച്ചാല് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് എന്നെയാണ് വിളിച്ചത്, അതാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ തലച്ചോറില്ലാത്ത തുടക്കത്തിൽ ഒരു ഏകപുത്രൻ ആകെ അറിഞ്ഞത് ഞാനും ഏബലുവാ. ആ ഏബല് ഞാനും ആദ്യം അറിഞ്ഞത്. എന്തൊക്കെ ഫ്രസ്ട്രേഷൻ എന്നെ എന്താ വിളിച്ചത് വലിയ വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഒരു അക്ഷരം പോലും വിളിച്ചില്ല. പോയി ഞാൻ വിളിച്ച് ഹോസ്റ്റാക്കി ഞാൻ ചീത്ത വിളിച്ചിട്ട് എന്റെ പ്ലാൻ എന്താ ഈ ഇവര് ഷേക്കിനെ കൊണ്ട് സോറി അറിയിപ്പിക്കായിരുന്നു എന്നെ ഇടിച്ചിട്ടേന്. അപ്പോഴത്തേക്ക് തല്ലായില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഫസ്റ്റ് അറിയിക്കലായിരുന്നു. ബാക്കി എല്ലാരും ഉറങ്ങാനില്ല. പതിനൊന്നര എത്ര സമയത്തില്ല ഉറങ്ങട്ടെ. തലച്ചോറ് ഊരി വെച്ച് കിടന്ന് ഉറങ്ങൂടെ, അതിനെ എടുത്തു വെച്ചാലേ അപ്പൊ 30 days പോയിരുന്നു. എന്ത് 30 days എന്താ പോവാൻ? നാളെ അടിക്കാൻ പറഞ്ഞ് സമയം എടുക്കും വരെ അത് ചെയ്യും. ഒരു 3 മണി അങ്ങനെ കൊണ്ടുവരും. ഓടി വരും. ഓടി വരും. അമ്പത്തൂരിനെ എവിടെ കൊണ്ട് നിർത്തിയ? ഓ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആരും പറയും ഞാൻ ഒന്നും മറന്നിട്ടില്ല. നീ ഞാൻ ഓക്കെ മതിയേ. ഹലോ ബ്രോ, നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഹോസ്റ്റൽ എടുത്തെന്ന് പറഞ്ഞായിരുന്നു. അത് എന്തിനാണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഹോസ്റ്റലിൽ നിങ്ങൾ നമ്മളെ ഫയർ ചെയ്ത് നമ്മള് ഇനീഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെ നിങ്ങളെ ചുമ്മാ ഒന്ന് ഫയർ ചെയ്തോ? നിങ്ങളാണ് നമ്മളെ പപ്പടത്തിനും പിന്നെ അല്ല, അതിനു മുമ്പത്തെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ കൂടെ ഉള്ളവര് ബ്രോയ്ക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോ ബ്രോ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കണ്ണാപ്പിയെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയിട്ട് ഒന്നും പറയാതെ വണ്ടി എടുത്ത് പോയല്ലോ പുള്ളി. ബ്രോ അവനെ ഇടിച്ച് കൊന്നിട്ട് ഒന്ന് ആളൊന്ന് റസ് പോലും ആവാതെ അതിനു മുമ്പ് മറ്റേ ആർക്കോ വേണ്ടിട്ട് ഒരു സോറി പറഞ്ഞിട്ടൊക്കെ പോവാണോ? സോറി പറഞ്ഞിട്ടില്ല. ഹലോ ബ്രോ ഞാനിവിടെ ഉണ്ടായിരുന്നു ബ്രോ. അവിടെ എന്നോടാണ് ബ്രോ സംസാരിച്ചേ. അത് എഴുന്നേറ്റ് പോകാനാണ് അവനോട് പറഞ്ഞത്. ഞാനാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ മോബിയുടെ അടുത്ത് മറ്റേ മോബിയുടെ തന്തയ്ക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതെന്തായിരുന്നു ഒന്ന് കേൾക്കണമായിരുന്നു, അറിയാമായിരുന്നു. അതെ, അതായിരുന്നു സിറ്റുവേഷന്റെ അവിടെ ഒരു ഞാനും കണ്ണാപ്പി അവിടെ വന്ന് ഈ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി, കണ്ണാപ്പിനെ ഇടിച്ചു വന്നതിന്റെ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി ഞാനും കണ്ണാപ്പി അവിടെ പോയി. ചെന്നപ്പോ തന്നെ ഇവരെല്ലാരും മാറിപ്പോയി ചോദിക്കാൻ വന്നപ്പോ. അപ്പം ഈ ഇവരുടെ കൂട്ടത്തിൽ 2 പേര് വന്നിട്ട് എന്റെ ബൈക്കിൽ കയറിയിരുന്നത്. ആ ബൈക്ക് ഞാൻ ഇടിച്ചിട്ട്, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ബൈക്ക് ഇടിച്ചു. എന്റെ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഇടിച്ചിട്ട് ഞാൻ ബൈക്ക് കയറുമ്പോ തന്നെ അവൻ വിളിക്കുന്നത് എന്താടാ തന്തയിലേമൊക്കെ നീയൊക്കെ സിറ്റിയിൽ അലങ്കാരമായിട്ട് നടക്കുവാണോ എന്ന് പറഞ്ഞ ചോദ്യം തിരിച്ചിങ്ങോട്ട്. പിന്നെ ഫയർ ചെയ്തത് നമ്മളല്ല, ആ സാംസുലേക്കാണ് എന്നെ ഫയർ ചെയ്തത് ഫസ്റ്റ്. അവൻ എന്നെ ഫയർ ചെയ്തത് അവന് ഓർമ്മയുള്ളൂ. അവനെ അടിച്ച് ഞാൻ അവന് കൊടുക്കാനുള്ള അവിടെ തന്നെ കൊടുത്തിട്ടു. നമ്മളത് അറിഞ്ഞിട്ടില്ല. ഗ്യാങ്ങിന് വേണ്ടിട്ട് ഒരു സാധനം സംസാരിക്കാൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് അല്ലടാ മാക്കെ ഞാൻ പറയട്ടെ, ഈ ഫുൾ POV വെരിഫൈ ചെയ്യാനുള്ള ടൈം ഫ്രെയിം ഒന്നും ആയിട്ടില്ല. നമുക്കിത് മുഴുവൻ കണ്ടിട്ട് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിത് മുഴുവൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു മാക്കെ ടൈം ഫ്രെയിമും മറ്റേ കാണാനും ഒന്നും പോകണ്ട മാക്കെ. സ്വന്തം സിറ്റുവേഷനിലുള്ള മെമ്പറിനോട് എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചാ മതി. ടൈം ഫ്രെയിം ഒന്നും കാണണ്ട. ആര് POV കാണാൻ? ഞങ്ങള് POV അതാ ഞാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം, ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കണം എന്താണെന്ന്. പറഞ്ഞ ഞാൻ ചോദിക്കണം ബ്രോ, എന്താ പറ്റിയെന്ന് ചോദിക്കണം. ഇവരുടെ അടുത്ത് വന്ന് തന്തയില്ലായ്മ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്.
ഇത് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ കേറി തന്തേനാണോ വിളിക്കുന്നേ? എന്നാ പിന്നെ നാളെ തൊട്ട് സിറ്റിയിൽ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ തന്തയ്ക്ക് വിളിക്കാൻ വണ്ടിക്ക് തട്ടിട്ട് തന്തക്ക് വിളിക്കുന്ന ചേക്കെ ഇതിപ്പോ നിങ്ങളാണല്ലോ നാളെ തൊട്ട് ഇതുപോലെ ഷേക്കിന്റെ വണ്ടി ബ്രോ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയണത് പോലെ ഡ്രോപ്പ് ചെയ്യൽ പരിപാടി ഒന്നും ഞങ്ങളുടെ അതിലേ വരുന്നൊരു കാര്യമില്ല. തല്ലാനുള്ള പ്ലാനിലാണ് ഞങ്ങളോട് പറഞ്ഞത്. മനസ്സിലായി? സമയം മാത്രം പറഞ്ഞാൽ മതി. സമയം എപ്പോഴാന്നൊക്കെ പറഞ്ഞാൽ മതി. മിണ്ടാറ 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 നമ്മളെ കൂട്ടത്തിൽ അല്ല ബാക്കി അങ്ങനെ പ്രോപ്പർ ഒരു കാര്യം ചോദിക്കട്ടെ. നീ റിപ്പയറിന്റെ അവിടെ ചത്തിടക്കണ്ടല്ലേ, എന്നിട്ട് വീണ്ടും കണ്ടായിരുന്നല്ലോ. അടിച്ചതൊന്നും കാണേണ്ട ആവശ്യമില്ല. മാക്കെ റീഎൻട്രി ചെയ്യാൻ പാടില്ല. നമ്മളാരും വന്നില്ല രണ്ടാമത്. മനസ്സിലായോ? ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് മറ്റേ FRP ഒന്നും വലിക്കണ്ട. ഞങ്ങൾക്ക് FRP വലിക്കണം. ഞങ്ങളുടെ കൂടെ ഞങ്ങളത് വലിക്കുന്നില്ല. വാസ്തു ബ്രോ, നമ്മള് നിങ്ങളെ ഒരു ഹോസ്റ്റേജ് ഇവിടെ കൊണ്ടുവന്ന് ആ ഹോസ്റ്റേജിനെ ഹോൾഡ് ഇട്ട സമയത്ത് നമ്മളിവിടെ KV അവിടെ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പോണേ. അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളോട് മറുപടി പറ. ഞാൻ ചോദിക്കുന്ന മറുപടി വർഷയ്ക്ക് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് KV ആയിട്ട് നിങ്ങളുടെ പ്ലേസ് ഒരുത്തം കുണയ്ക്കാൻ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങളൊരു ഹോസ്റ്റേജ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട് ശേഖരത്ത് മന്ത്രോത്തരം പറയാതെ പറയുന്ന കാര്യം കേക്ക്. പറയുന്ന കാര്യം കേക്ക്. ഹോസ്റ്റേജിനെ റിലീസ് ചെയ്തു വന്ന് പറഞ്ഞതിന് ശേഷം സംസാരിക്കാൻ പറയുന്നത് ഷേക്കെ മോനെ പറഞ്ഞേക്കടാ. ആടാ നീ കണ്ടോ? നീ കണ്ടോ? നാളെ നാളെ 10 മണിയാകുമ്പോ ഞങ്ങൾ പ്രീവാർ ഞങ്ങൾ 10 മണിയാകുമ്പോഴത്തേക്കും പ്രീവാറിന് റെഡിയാണ്. നാളെ സിറ്റുവേഷൻ അങ്ങനെ ഇതാക്കണം. ഞങ്ങൾക്ക് 10 മണിക്ക് ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ 10 മണിക്ക് സിറ്റുവേഷൻ നാളെ ഷേക്ക് നിക്കറില്ലാതെ ഓടും. മനസ്സിലാണോ? നാളെ ഷേക്ക് നിക്കറില്ലാതെ കാണിച്ചു തരാം. മനസ്സിലായോ? അല്ല ഇതില് ഷേക്കാണെന്ന് അതോ റാംബോ നീയാണോ ലീഡർ? നീ നാളെ ആളാ. നീ അത് ലൈനപ്പ് ഉണ്ടോ നോക്കടാ റാംബോ. നീ നാളെ ലൈനപ്പ് ഉണ്ടോ നോക്കട്ടോ. നീ നാളെ നീ വെടിയൊക്കെ ഇറങ്ങുമോ നോക്ക്. എന്നിട്ട് നീ തൊലിക്കാൻ വാ. നാളെ വാ. നീയൊക്കെ നാളെ വാ. നീ നാളെ വാ. അല്ല അവൻ ലൈനപ്പ് ചെയ്തോ. അവൻ ലൈനപ്പ് ഇല്ല. വെടിവെക്കാൻ അറിയത്തില്ലല്ലോടാ. വെടിവെക്കാൻ അറിയാന്നല്ലേ ലൈനപ്പ് എടുക്കത്തുള്ളൂ. മനസ്സിലാ? അടിച്ചിട്ടിട്ട് കുണയ്ക്കാം. എല്ലാവരും കയറി വണ്ടിയിൽ
നമ്മടുത്ത് കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ സിറ്റുവേഷൻ വന്നത്. ഞങ്ങൾ റീ എൻട്രി ചെയ്തിട്ടില്ല. മാക്കിന്റെ വെറും തെറ്റാറിനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മളെ അഡ്മിൻസ് അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ആകെ നമ്മുടെ റേഡിയോയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വരുന്നത്. എല്ലാത്തിനും മനസ്സിലായി. പക്ഷെ നമ്മുടെ സംസാരിക്കാൻ നിൽക്കുന്നേ അഡ്മിൻസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഹോൾഡ് ആണ്. ഹോസ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അടിച്ചുകൂടാന്ന് ഇവിടെ ഒരു ഇതുള്ളൂ. ഹോസ്റ്റേജ് നമ്മൾ റേഡിയോയിൽ റിലീസ് ആയി നമ്മൾ റേഡിയോയിൽ പറയുകയും ചെയ്തു. വലിയ കിഴപ്പാണ്. വിളിച്ചാൽ പറയാം തിരിച്ചാൽ കത്തിച്ചാരും കത്തിച്ചാരും പറഞ്ഞല്ലോ എടുത്ത ഹോസ്റ്റേജിന് കത്തിച്ചാരും കാണുന്നത് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയത്. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. വേറെ പറയണ്ടേ മാക്ക ടിക്കറ്റ് വലിച്ചു വാറൊക്കെ കളിക്കാനാണെങ്കിൽ ഇരിക്കേണ്ട വരും. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്തു മാക്കെ. ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞാണ് കത്തിച്ച ആളെ ഹോസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യണമെന്ന് POV വെരിഫൈ ചെയ്തിട്ട് മിന്നൽ മാക്കെ റാംബോയുടെ അടുത്ത് വരെ ഞാൻ കാര്യം പറഞ്ഞിട്ട് വിട്ടു. റാംബോ നിങ്ങളുടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പം പിന്നെ അറിയില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് മിന്നലെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാണ് ബ്രോ. സംസാരിക്കരുത്. മിന്നലെ ഒരു ഗ്യാങ്ങിലെ A to Z മെമ്പേഴ്സിന്റെ അടുത്ത് പോയി എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് പറയും അവര് റേഡിയോ കോൾ തരണം. അതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എന്റെ ഉത്തരവാദിത്തം അല്ല ഒരു ഗ്യാങ്ങിലുള്ള 35 അടുത്ത് വേറെ പോയിട്ടും തീരുമാനം പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ലീഡർ കോ ലീഡർ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ മിസ്റ്റേക്ക് അല്ലേ റാംബോ ബ്രോ? അങ്ങനെ പറയരുത്. അഡ്മിൻ പറഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മിന്നൽ ബ്രോ അത് അഡ്മിന്റെ മണ്ടയ്ക്ക് വെക്കരുത്. അത് അഡ്മിന്റെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്ലേസിന്റെ അടുത്ത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് മിന്നലിന്റെ POV വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ലീഡറിന്റെ അടുത്താണ് പറഞ്ഞത്. ഓക്കെ ഇവിടെ നിന്ന് ഈ ഇമോട്ട് കാണേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ആട് ബ്രോ. ഇത് ഞാനുള്ള കാര്യം പറയാം. നമ്മൾ സംസാരിക്കാൻ വന്ന ആട് ബ്രോ ഇവിടെ വണ്ടി എടുത്ത് പോവാടാ. നീയൊക്കെ വണ്ടി എടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് പിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ഇമോട്ട് ഇടുന്നതൊക്കെ ഞാൻ എന്ത് പറയാനാ പ്രൊവോക്ക് ചെയ്യരുത്. ഓക്കെ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റും. അടിച്ച് ഇറങ്ങിയിട്ട് കയറി വന്നാണ്. നാളെ വാ എല്ലാം നാളെ പറഞ്ഞേ ഇവന്മാര് ഈ അടിച്ച മാറൊക്കെ ഇവന്മാര് നാളെ ഫ്രീവാർ അടിക്കുന്നു നിനക്കൊക്കെ തോന്നണ്ടേ? ഇവന്മാര് നാളെ ഇത് ടിക്കറ്റ് എന്തെങ്കിലും മരിക്കും നോക്കി കുഴപ്പല്ലേ? അപ്പാപ്പന പറഞ്ഞേ